بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وعن أبي يحيى سهيب بن سنان الرومي رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: عجبا لأمر المؤمن إن أمره كله له خير، وليس ذلك لأحد إلا للمؤمن. إن أصابته سراء شكر فكان خيرا له، وإن أصابته ضراء صبر فكان خيرا له. رواه مسلم. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മുടെ ഈമാൻ, അവിടുത്തെ നമ്മുടെ സബർ, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വലിയൊരു അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, അവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എന്തും ചിലപ്പോൾ അവന് പ്രയാസമുള്ളതായിരിക്കും, അവന് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, അതൊക്കെ അവന്റെ ജീവിതത്തിൽ ഖൈറാണ്, എല്ലാ ഖൈറാണ് അവന്. കാരണം വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു കാര്യം മുഅ്മിൻ അല്ലാതെ വേറൊരാൾക്കില്ല, കാഫിറുകൾക്കൊന്നും അതില്ല. മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറാഉ ശകറ, കാരണം അവനൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ടായി, അവന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഖൈർ ഉണ്ടായാൽ ശകറ, അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. വഇൻ അസാബത്ഹു ളറാ, ഇനി പ്രയാസകരമായ എന്തെങ്കിലും കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ സബറ, അവൻ ക്ഷമിക്കും. അപ്പൊ ഖൈർ ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും, പ്രയാസം ഉണ്ടെങ്കിൽ സബറാക്കും, ക്ഷമിക്കും. ഇത് രണ്ടും ഖൈറാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. അപ്പം മുഅ്മിനിന്റെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും രണ്ടും അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. കാരണം മറ്റുള്ള ഒരാൾക്ക് എന്തില്ല, ഈ ഒരു സ്ഥാനമില്ല. അവർക്ക് പ്രയാസം തന്നെയാണ്, സന്തോഷം. അതിന്റെ പുറമെ ഖൈർ അതിന്റെ പിറകിൽ അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഖൈർ കിട്ടി, അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തു, അത് ആഖിറത്തിലേക്ക് പോയി. ദുനിയാവിലൊരു പ്രയാസം വന്നു, അവന് ക്ഷമിച്ചു, അള്ളാഹിന്റെ പേരിൽ, അള്ളാഹിന്റെ മാർഗത്തിൽ അവൻ സബറാക്കി, അത് നാളെ ആഖിറത്തിൽ അവൻ പ്രതിഫലമായിട്ടുണ്ടായി. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരു മുസ്ലിമിന് ബാധിക്കുന്ന രോഗം, അതുപോലെ തന്നെ ക്ഷീണം, അതുപോലെ തന്നെ അവന്റെ മനപ്രയാസം, എന്തെങ്കിലും ഉപദ്രവങ്ങൾ, അവന്റെ കാലിൽ തറക്കുന്ന മുള്ള് വരെ, ആ കാര്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരാൾക്കൊരു രോഗം ഉണ്ടായി, ആ രോഗം ദുനിയാവിൽ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും ആഖിറത്തിൽ അവനത് ഖൈറാണ്. കാരണം ആ രോഗത്തിലൂടെ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തു. ഒരാളുടെ കാലിലൊരു മുള്ള്, ചെറിയൊരു വേദന, ആ വേദന അനുഭവിക്കുന്നതിലൂടെയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ മുഅ്മിന്റെ ജീവിതത്തിൽ എല്ലാം ഖൈറാണ്, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്. പ്രയാസം ഉണ്ടെങ്കിൽ, തിന്മയാണെങ്കിലും ക്ഷമിക്കൂ, നാളെ ആഖിറത്തിൽ പ്രതിഫലമാണ്. നല്ല കാര്യമാണെങ്കിലോ ദുനിയാവിലും ഖൈറായി, ആഖിറത്തിലും ഖൈറ, കാരണം അതിന് ശുക്ർ ചെയ്യും. ഇതാണ് മുഅ്മിന്റെ കാര്യം. അതാണ് അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തോ ഒരു അത്ഭുതമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, എല്ലാം അള്ളാഹുലേക്ക്, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാകുന്നു. നന്മയാണെങ്കിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. എന്തെങ്കിലും പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ക്ഷമിക്കുക, അത് അള്ളാഹുവിന്റെ ഖള ആണ്, ഖദറാണ്. അത് നാളെ ആഖിറത്തിൽ നമുക്ക് ഖൈറാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.